ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൽസ കിച്ചൺ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിലയിൽ ചുട്ടെടുത്ത മീനാണ്. കൊഴുക മീനാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. കൊഴുക, നത്തോലി, ചെറിയ ചാളമീനൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. കൊഴുകയാണ് ഏറ്റവും ടേസ്റ്റി. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ 2 ദിവസമൊക്കെ ഇത് കേടാവാതെ ഇരിക്കും. ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ കറിയേ വേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാവുന്നതാണ്. ഒരു നാടൻ വിഭവമാണ്. എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഇവിടെ എടുത്തേക്കുന്നത് വാളൻപുളിയുടെ തളിരിലയാണ്, ഇളം പച്ച നിറത്തിലുള്ള. അത് ഏകദേശം 1 കപ്പ് ഉണ്ട്. തേങ്ങ 1/2 കപ്പ്. കൊഴുക മീൻ നേരത്തെ ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞളും തിരുമ്മി വെച്ചതാണ്, 250 ഗ്രാം ഉണ്ട്. കാന്താരി ഒരു 10-15 എണ്ണം. കറിവേപ്പില 2-3 എണ്ണം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. പിന്നെ വാഴയില. ഉപ്പും എരിവൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ പുളിയിലയും കാന്താരിയും കറിവേപ്പിലയും തേങ്ങയും ഇഞ്ചിയും എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം, പക്ഷേ ഞാൻ ഇവിടെ പേസ്റ്റ് രൂപത്തിലാക്കുന്നില്ല. എനിക്ക് കുറച്ച് തരി ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. ഈ അരപ്പ് ചുട്ടെടുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. മീനിൻ്റെ കൂടെ അല്ലെങ്കിലും ഇത് ഈ അരപ്പ് മാത്രമായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മീനുമായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം മീനുമായിട്ട്. ഇനി വാഴയിലോട്ട് മാറ്റാം. ഞാൻ നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വാഴയില. ഇനി നന്നായിട്ട് നിരത്തി വയ്ക്കുക, എന്നിട്ട് മടക്കുക. ഞാനിവിടെ ചട്ടിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് തവയോ നോൺ സ്റ്റിക്ക് പാത്രമോ എടുക്കാം. ഈ മീനട തിരിച്ചു മറിച്ചിട്ട് ചുട്ടെടുക്കണം. ഞാനൊരു ഇലയും കൂടെ അടിയിൽ വെക്കുന്നുണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ. ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും ഒരു സൈഡ് ചുട്ടു വരാൻ. അങ്ങനെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി മറിച്ചിടാം. അങ്ങനെ നമ്മുടെ മീനട റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചുട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് മാത്രം മതി ചോറുണ്ണാൻ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.